അവർ താഴെ ഇറങ്ങുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കുന്നു. കേരളത്തിൽ ജനകീയ വികസന നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന, മതനിരപേക്ഷതയും നവോത്ഥാന മൂല്യങ്ങളും പുരോഗമന ചിന്തയും മുറുകെ പിടിക്കുന്ന ഒരു ഗവൺമെന്റ്, അതിനപ്പുറത്തേക്ക് ഒരു പ്രളയം വന്നിട്ട് പോലും നമ്മളെ താങ്ങി നിർത്തിയ ഒരു ഗവൺമെന്റിന്, ആ ഗവൺമെന്റിനുള്ള നമുക്കുള്ള നന്ദിയും സ്നേഹവും കടപ്പാടുമെല്ലാം പ്രഖ്യാപിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അത് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ നാടിന്റെ വികസനം കൂടി ഇത്തരം വിഷയങ്ങൾക്കൊപ്പം സജീവമായി തന്നെ ചർച്ചയാകുന്ന സമയമാണ്. ഓരോ നാടിനും എന്താണ് വികസനം എന്നുള്ള ആ നാടിനെ അറിഞ്ഞുകൊണ്ട് വേണം തയ്യാറാക്കാൻ. അല്ലാതെ എങ്ങനെയെങ്കിലും കിട്ടുന്ന ഫണ്ട് ചെലവഴിക്കുക എന്നുള്ളതല്ല. അതാണ് ഇവിടെ പല നിലയിലും നടന്നിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് കിട്ടുന്ന ഫണ്ടിന് പുറമെ അനുവദിച്ച് തരുന്ന ഒരു തനത് ഫണ്ടിന് പുറമെ വേറെ ഫണ്ടുകൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. 50 കൊല്ലം പൂർത്തീകരിക്കാൻ നമ്മുടെ ജില്ലയിൽ ഉപയോഗിച്ച ഒരൊറ്റ കേന്ദ്രാവിഷ്കൃത പദ്ധതി പോലും ഉണ്ടല്ല. കേന്ദ്രത്തിൽ മന്ത്രി വരെ നമ്മുടെ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരൊറ്റ കേന്ദ്രാവിഷ്കൃത പദ്ധതി നമ്മുടെ ജില്ലയിലില്ല. ഒരു പ്രധാനപ്പെട്ട തൊഴിൽ നൽകുന്ന ഒരു വ്യവസായശാല നമ്മുടെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ജില്ലയിൽ തന്നെ ഇതുവരെ തുറക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അത്തരത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് വരേണ്ടത്, നമ്മളിലേക്ക് എത്തിച്ചേരേണ്ടത് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് തീരുന്നു. അത്തരം വിഷയങ്ങളൊക്കെ, അത്തരം നമുക്ക് എത്താതെ പോയിട്ടുള്ള വികസനങ്ങളൊക്കെ, നാടിന്റെ പുരോഗതിയൊക്കെ എത്തണം നമുക്ക്. ആ പുരോഗമനം, പുരോഗതി, വികസനം അതെല്ലാം തുടങ്ങുന്ന ദിവസമായിരിക്കും ഈ മെയ് മാസം 23 എന്നതാണ് സൂചിപ്പിക്കാൻ. അങ്ങനെ മെയ് മാസം 23 തുടങ്ങണമെങ്കിൽ ഏപ്രിൽ മാസം 23 വരെ ഏറ്റവും സജീവമായി ഏവരും പ്രചരണ രംഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായും ആ രൂപത്തിലുള്ള പ്രചരണം നടത്തിയാൽ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ചോദിച്ചു, ചില ആളുകൾ പത്രക്കാരൊക്കെ തന്നെ ചോദിച്ചു, ഈ തെരഞ്ഞെടുപ്പ് എത്ര ഭൂരിപക്ഷം കുറക്കാൻ വേണ്ടി സാധിക്കും UDF-ന്റെ? അപ്പൊ ഞാൻ ആലോചിക്കാതെ, പെട്ടെന്ന് ആലോചനയൊന്നും ഇല്ലാതെ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ജയിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന തെരഞ്ഞെടുപ്പാണുള്ളത്. അത് പറയുമ്പോഴും എനിക്ക് അത്ര ഉറപ്പൊന്നുണ്ടായിരുന്നു. പക്ഷെ 1ാം ഘട്ടം കഴിഞ്ഞ് 2ാം ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ ഇപ്പൊ 3ാം ഘട്ടത്തിലേക്ക് എത്തും. ഇപ്പൊ 2ാം ഘട്ടത്തിലേക്കൊക്കെ എത്തുന്ന സമയത്ത് അവിടെ വിവിധ സ്ഥലങ്ങളിൽ നമ്മുടെ മണ്ഡലത്തിൽ എല്ലാ ഭാഗങ്ങളിലും പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം കണ്ടപ്പോൾ, എണ്ണത്തിനപ്പുറത്തേക്ക് പങ്കെടുക്കുന്ന ആളുകളുടെ ആവേശവും എല്ലാവരുടെയും കണ്ണുകളിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പലരും അടുത്ത് വന്ന് 2004 നമ്മൾ ആവർത്തിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പ്രായമായ ആളുകൾക്ക് കഴിയുമ്പോൾ യുവാക്കളിലുള്ള ആവേശം, എല്ലാവരും വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് ആ പരിപാടികളിലെല്ലാം തന്നെ പങ്കെടുക്കുന്നതെന്ന് കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ ആ പറഞ്ഞ വാക്ക് വെറുതെയാവില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിക്കാൻ വേണ്ടി മാത്രം മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയത്തിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും നമ്മൾ തൃപ്തരാകില്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനിയും ഒരുപാട് സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്താനുള്ളതുകൊണ്ട് അവിടെയും പ്രിയപ്പെട്ടവർ കാത്തു നിൽക്കുന്നു എന്നതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ ഈ സ്വീകരണത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദനം.